നമുക്കിന്ന് തക്കാളി ഉണക്കച്ചെമ്മീനും കൂടെ ഉള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അപ്പൻ്റെ ഇന്ന് ബോട്ടിൽ പോയിട്ടുണ്ട്, വല്ലതും കിട്ടുമോ ആവോ. ഞാനിവിടെ മീൻ വാങ്ങുന്ന നേരം അപ്പം കൈ നിറച്ച് മീനായിട്ട് വരും. ഞാനിവിടെ മീൻ വാങ്ങിയില്ലെങ്കിൽ അപ്പം കൈയും വീശി വരും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യുന്ന ചട്ടി വെച്ചിട്ടുണ്ട്, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആ ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാം കേട്ടോ. ഉണക്കച്ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് വറുത്ത് കോരി മാറ്റിയ ശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു സവോളയും 2 പച്ചമുളകും കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. സവോള നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച ശേഷം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേക്കണേ, അല്ലെങ്കിൽ കറി അടുക്കി പിടിച്ച് കുളമായി പിന്നെ വായിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇത്തിരി ചോറ് വാരി തിന്നാൻ പോകണേ. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട്, തക്കാളിക്കറി എടുത്തിട്ടുണ്ട്, ഒരു നല്ല പച്ചമുളക് ഇട്ട് വറുത്തൊരു മുട്ട പൊരിച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഉള്ള കേട്ടോ.